നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടും നല്ല സിനിമകൾ തേടി വരാതെ പോയ നടിമാരെ നമുക്ക് നോക്കാം. അതിലാദ്യമായിട്ട് അമ്പിളി ദേവി നായികയായിട്ട് അഭിനയിച്ച സിനിമയാണ് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ആ സിനിമയിൽ നായകൻ പൃഥ്വിരാജായിരുന്നു. പൃഥ്വിരാജിന്റെ സഹോദരിയായിട്ടാണ് അമ്പിളി ദേവി അഭിനയിച്ചത്. പക്ഷെ ആ പടം അത്ര വിജയിച്ചില്ല. അമ്പിളി ദേവിക്കും കൂടുതൽ അവസരങ്ങൾ സിനിമയിൽ കിട്ടിയില്ല. നടി ഉഷയും നായികയായിട്ടാണ് വന്നത്. നടൻ ബാലചന്ദ്രമേനോന്റെ സിനിമയിലാണ് ഉഷ അഭിനയിച്ചത്. ഉഷയ്ക്കും തുടർന്ന് നല്ല ചിത്രങ്ങൾ ലഭിച്ചില്ല. ജോമോൾ ദിലീപിന്റെ വരെ നായികയായിട്ടുണ്ട്. പക്ഷെ ജോമോൾക്കും കൂടുതൽ അവസരങ്ങൾ നല്ല ചിത്രങ്ങളിൽ നല്ല നായകന്മാരോടൊപ്പം അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചില്ല. ഷാമിലിക്കും കൂടുതൽ ചിത്രങ്ങളിൽ ലഭിച്ചില്ല നല്ല നായകന്മാരോടൊപ്പം. അത് മലയാളത്തിലൊട്ടും ഉണ്ടായിട്ടില്ല. നിവേദ തോമസിനും മലയാളത്തിൽ നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ തെലുങ്കിലും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ ഒരു കരിയറിന് വലിയ ഗുണം ചെയ്തിട്ടില്ല. സാധാരണ ദിലീപിന്റെ നായികയായിട്ട് അഭിനയിക്കുന്നവരൊക്കെ രക്ഷപ്പെടാറുണ്ട്. പക്ഷെ മീര നന്ദൻ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. മീരാനന്ദൻ വലിയൊരു നടിയായി മാറിയില്ല. ആനഗസ്റ്റിന് നായികയായിട്ടാണ് വന്നത്. പക്ഷെ ആനഗസ്റ്റിന് വലിയൊരു വളർച്ച ഉണ്ടായില്ല നായികയായിട്ട്. ലാൽ ജോസ് ചിത്രങ്ങൾ കത്തുന്ന സമയത്താണ് ദീപ്തി സതി ലാൽ ജോസിന്റെ നായികയാവുന്നത്. പക്ഷേ ദീപ്തി സതിക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ദീപ തോമസിനും നായികയായിട്ടാണ് വന്നതെങ്കിലും പിന്നീടുണ്ടായ വിവാദമൊക്കെ കാരണം അവർക്കും വളർച്ച ഉണ്ടായില്ല സിനിമയിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ